Hi friends, welcome to my channel The Study Sport. Today we are going to discuss this chapter Basic Concepts of Hospital in Hospital Administration. This is the fourth video. If you think the video is worth watching, then please like and subscribe my channel. Let's go into the video. Hospitals have a range of departments and specialist units. This departmentalization helps every organization for proper management of the work and activities of the same. This means ഒരു ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക് ഫ്ലോ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും അവരുടെ ആക്ടിവിറ്റീസ് നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് വർക്ക് പെർഫോംഡ് ഓർ സർവീസ് ഓഫേർഡ്. അത് എന്താണ് ഈ പറയുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? അവർ പെർഫോം ചെയ്യുന്ന വർക്കിൻ്റെ എങ്ങനത്തെ ടൈപ്പ് വർക്കാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെങ്ങനത്തെ സർവീസാണ് കൊടുക്കുന്നത് എന്ന് ഉള്ളതിനനുസരിച്ചൊക്കെ ആയിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കാർഡിയോളജി സർവീസസ് ഹാർട്ട് റിലേറ്റഡ് ഡിസീസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചികിത്സിക്കുന്നത് കൊണ്ട് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റും, ഇപ്പോൾ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാൻസറിനെ ചികിത്സിക്കുന്നത് കൊണ്ട് അതിനെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, let's study regarding the departments of a hospital. The departments of a hospital can be classified into medical departments, administrative department and supportive department. In the medical department, what services are provided? Here, clinical services are carried out. അല്ലേ, അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അല്ലേ, ക്ലിനിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ നമ്മളിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം. കാഷ്വാലിറ്റി, ആനസ്തെറ്റിക്സ്, കാർഡിയോളജി, ക്രിട്ടിക്കൽ കെയർ, ENT, ജനറൽ സർജറി ആൻഡ് ഹെമറ്റോളജി. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. First, we will study regarding the casualty department. It is also called as accident and emergency department. എന്തുകൊണ്ടാണ് ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്? ആക്സിഡൻറ്റ് കേസസോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് വരുന്ന കേസസോ ഒക്കെ ആയിട്ടായിരിക്കും ഇവർ കാഷ്വാലിറ്റിയിൽ വരുന്നത്. ദ സെക്കൻഡ് വൺ ഇസ് പീപ്പിൾ സീക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ്. പെട്ടെന്നുള്ള ചികിത്സയ്ക്കായിട്ടായിരിക്കും ആൾക്കാർ വരുന്നത്. ഹിയർ പീപ്പിൾ കം എയ്തർ ഇൻ ആംബുലൻസ് ഓർ ഓൺ ദർ ഓൺ. അല്ലേ, ആംബുലൻസിൽ വരുന്നത് എമർജൻസി കേസസ് ഒക്കെ ആയിരിക്കും, ആക്സിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, മാനേജബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും കാഷ്വാലിറ്റിയിലേക്ക് വരുന്നത്. ഓൺ ദർ എന്നൊക്കെ പറഞ്ഞാൽ ഹൈ ഫീവറൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അപ്പോൾ അവർ കോൺഷ്യസ് ആയിരിക്കും, അങ്ങനെ വരുന്ന ആൾക്കാരാണ് ഓൺ ദർ ഓൺ എന്ന് പറയുന്നത്. ഇത് 24/7 വർക്കിംഗ് ആണ്, ഫുൾ ടൈം വർക്കിംഗ് ആണ്. പിന്നെ എക്യുപ്ഡ് ടു ഡീൽ വിത്ത് എമർജൻസീസ്. ഈ എമർജൻസീസ് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് വേണം, അപ്പോൾ അതുമായിട്ട് എക്യുപ്ഡ് ആണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പേഷ്യൻസ് അസസ്ഡ് അക്കോർഡിംഗ് ടു ഡിഗ്രി ഓഫ് ഇഞ്ചുറി. നമുക്കറിയാലോ, പേഷ്യൻസിനെ അവിടെ വരുന്ന ആൾക്കാരെ നമ്മൾ അവരുടെ ഡിഗ്രി ഓഫ് ഇഞ്ചുറിയുടെ ബേസിൽ നമ്മൾ അവരെ ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് അവർക്ക് നമ്മൾ കളർ കോഡ് കൊടുക്കും, അല്ലേ. ഈ കളർ കോഡിൻ്റെ ബേസിലാണ് നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. കളർ കോഡൊക്കെ നമ്മൾ പിന്നെ പഠിക്കും കേട്ടോ. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ദ സ്റ്റാഫ് ഇൻ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട കേട്ടോ, നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ, ട്രയാജ് നേഴ്സ്, എമർജൻസി ഫിസിഷ്യൻ, എമർജൻസി നേഴ്സ്, നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ജൂനിയർ ഡോക്ടർ, റേഡിയോളജി ടെക്നീഷ്യൻ ആൻഡ് അഡ്മിൻ അസിസ്റ്റൻറ്റ്. ഒരു റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും, അല്ലേ. ട്രയാജ് നേഴ്സ് പേഷ്യൻസിനെ കളർ കോഡ് അനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ എമർജൻസി ഫിസിഷ്യൻസ് ഉണ്ടാവും, അവർ പേഷ്യൻസിനെ ചെക്ക് ചെയ്ത് എങ്ങനെയാണെന്നുള്ള ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യും. എമർജൻസി നേഴ്സ് പെട്ടെന്നുള്ള എമർജൻസി കെയർ കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരു നഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ റേഡിയോളജി ടെക്നീഷ്യൻ ഉണ്ടായിരിക്കും, അല്ലേ. മിക്കവാറും ആക്സിഡൻസ് ആയിട്ട് വരുന്ന ആൾക്കാരെയും അങ്ങനെയുള്ള ആൾക്കാർ, ശ്വാസമുട്ടായിട്ട് വരുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും, അല്ലേ. അപ്പോൾ റേഡിയോളജി എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അഡ്മിൻ അസിസ്റ്റൻറ്റും ഉണ്ടാവും അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, next we can look into the anesthetic department. Here what happens? Here it allows a safe usage of medical drugs to induce a medical state of total or partial lack of responsiveness to surgical procedures so that they can be carried out smoothly without causing any distress and inconvenience to the patient. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്?
മെഡിക്കൽ ഡ്രഗ്സ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? പേഷ്യൻറ്റിന് ഒരു ലാക്ക് ഓഫ് റെസ്പോൺസീവ്നെസ് ഉണ്ടാക്കും. ചെറുതായിട്ടോ വളരെ പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ടോട്ടലായിട്ടോ ആയിട്ട് പേഷ്യൻറ്റിന് നമ്മൾ അൺറെസ്പോൺസീവ് ആക്കും, അല്ലേ? പേഷ്യൻറ്റിന് പെയിൻ അറിയാൻ പാടില്ല. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ പേഷ്യൻറ്റിനെ മാറ്റും. അപ്പോൾ എന്തിനാണിത് ചെയ്യുന്നത്? നമ്മൾ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ പേഷ്യൻറ്റിനെ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വേറെ ഹിൻഡ്രൻസ് ഒന്നും കൂടാതെ, തടസ്സങ്ങളൊന്നും കൂടാതെ ആ സർജിക്കൽ പ്രൊസീജിയേഴ്സ് നമുക്ക് നടക്കും വേണം. അതുപോലെ എന്താണ്, പേഷ്യൻറ്റിന് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അനസ്തെറ്റിക്സ് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നത്, അല്ലേ? അതാണ് അനസ്തെറ്റിക് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, മനസ്സിലായോ? Now let's look into the staff in anesthetic department. അവിടെ ആരൊക്കെ ഉണ്ടാവും? ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രാക്ടീഷണേഴ്സ്, അല്ലേ? ഡോക്ടേഴ്സ് ഉണ്ടാവും, പിന്നെ തിയേറ്റർ നേഴ്സ് ഉണ്ടാവും, പിന്നെ അതുപോലെ ആരുണ്ടാവും? റിക്കവറി റൂമിലുള്ള സ്റ്റാഫ് ഉണ്ടാവും, അല്ലേ? പേഷ്യൻറ്റ് ഉണർന്ന് വരുമ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യണം, അല്ലേ? അവരെ ചെക്ക് ചെയ്യണം, അവർ പ്രോപ്പറായിട്ടാണോ ഈ അൺറെസ്പോൺസീവ്നെസ് ഉണർന്ന് വരുന്നത്, അല്ല അവർക്ക് അൺറെസ്പോൺസീവ്നെസ് മാറാതിരിക്കുന്നുണ്ടോ? അപ്പോൾ അവർ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് എഴുന്നേൽക്കാൻ പറ്റില്ല, അല്ലേ? ബെഡിൽ നിന്ന് തലചുറ്റലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള റിക്കവറി റൂം സ്റ്റാഫ് ഉണ്ടാവും. പിന്നെ അതുപോലെ ട്രെയിനിങ് സ്റ്റാഫ്, അവർ ട്രെയിൻ ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടാവും. പിന്നെ അനസ്തേഷ്യ അസോസിയേറ്റ് ഉണ്ടാവും. ഇത്രയും പേരാണ് ഒരു അനസ്തെറ്റിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫ്. Next we can see regarding the cardiology department. Here what happens? Study and treatment of disorders of the heart and blood vessels. ഹാർട്ടിനെയും അതിൻ്റെ ബ്ലഡ് വെസൽസിനെയും അസോസിയേറ്റഡ് ആയി നിൽക്കുന്നിട്ടുള്ള ഡിസോർഡേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കുകയും അതിന് ചികിത്സ കൊടുക്കുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, now let's see regarding the staff in cardiology department. Cardiologist, cath lab technician, echo and TMT technicians, scrub nurse and flow nurse. അപ്പോൾ ആരൊക്കെ ഉണ്ടാവും? കാർഡിയോളജിസ്റ്റ് ഉണ്ടാവും, അല്ലേ? ഡോക്ടർ ഉണ്ടാവും. കാത്ത് ലാബിലുള്ള ടെക്നീഷ്യൻസ് വേണം, അല്ലേ? പ്രോപ്പർ ടെക്നീഷ്യൻസ് വേണം. കാരണം വെച്ചാൽ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട പ്രൊസീജിയറാണ്, അല്ലേ? കാർഡിയോളജിയിലുള്ള പ്രൊസീജിയറൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസും അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലേ? അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇതിനെന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ലൈഫ് തന്നെ പോവും, അല്ലേ? അപ്പം അതുകൊണ്ട് അത്രയും കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ എക്കോയും TMT ടെക്നീഷ്യൻസും ഉണ്ടാവും, അല്ലേ? അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെഷേഴ്സാണ് എക്കോ ആൻഡ് TMT. അപ്പോൾ ഇതിനുള്ള ടെക്നീഷ്യൻസ് ഉണ്ടാവും. പിന്നെ സ്ക്രബ് നേഴ്സ് ഉണ്ടാവും, പിന്നെ ഫ്ലോ നേഴ്സും ഉണ്ടാവും. Now let's look into the critical care department. ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ നടക്കുന്നത്? ഇതിനെന്താ പറയുക? ഇതിനെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നും പറയും. ഹിയർ ട്രീറ്റ്മെൻറ്റ് ഫോർ സീരിയസ്ലി ഇൽ പേഷ്യൻസ് ആർ ബീങ് ഡൺ. അതുപോലെ certain patients need to be isolated and require close and individual attention. അപ്പോൾ ചില പേഷ്യൻസിന് ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ കിടത്തേണ്ടി വരും. അതുപോലെ അവർക്ക് ക്ലോസ് മോണിറ്ററിങ്ങും പിന്നെ അതുപോലെ അറ്റൻഷനും കൊടുക്കണം. അങ്ങനെ എന്താണ്, സീരിയസ്ലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അവർ ചില പേഷ്യൻസ് വെന്റിലേറ്ററിലായിരിക്കും, ചില പേഷ്യൻസിന് ലൈഫ് സേവിങ് മെഡിക്കേഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പം ഇത് ഓരോ അവറിൽ ഇത്ര വീതം എന്നുള്ള രീതിയിൽ മെഡിക്കേഷൻ പോകുമായിരിക്കും. ഓക്സിജൻ സപ്പോർട്ടോടു കൂടി നിൽക്കുന്ന പേഷ്യൻ്റ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് അവർ നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ മെഡിസിൻ്റെ അളവ് മാറ്റുകയും ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തേഡ് മാറ്റുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ കെയർ ചെയ്യുന്ന സ്ഥലമാണ് ക്രിട്ടിക്കൽ കെയർ. ക്ലോസ് മോണിറ്ററിങ് അത്യാവശ്യമാണ്, അല്ലേ? പേഷ്യൻ്റ് വൈറ്റൽ സയൻസിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ ഇറ്റ് ഈസ് മാൻ ബൈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. അപ്പം ജനറൽ ഡോക്ടേഴ്സിനും നഴ്സസിനും പറ്റില്ലല്ലോ ചെയ്യാൻ. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനും നഴ്സസുമാണ് ഇവരെ കെയർ ചെയ്യുന്നത്. ഓക്കെ, എമർജൻസി സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാൻ സ്കില്ല് വേണം നഴ്സസിനായാലും ഡോക്ടേഴ്സിനായാലും. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ സീ ദ സ്റ്റാഫ് ഇൻ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്, നഴ്സസ്, അനസ്തെറ്റിക്സ്, ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് ഡയറ്റീഷ്യൻ. അപ്പോൾ ഇവർക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വേണം. പിന്നെ അതുപോലെ അവരെ കെയർ ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് നഴ്സസ് വേണം. പിന്നെ ആര് വേണം? അനസ്തെറ്റിക്സ് വേണം. അപ്പം ഇവർക്ക് അനസ്തേഷ്യ ഒക്കെ കൊടുക്കേണ്ട ആവശ്യം വന്നിരിക്കാം. ചിലപ്പോൾ സർജറി ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലേ? അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പോൾ അവർ ചില പേഷ്യൻസിനൊക്കെ പ്രോപ്പർ മൊബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തായിരിക്കും അവർ പ്രോപ്പറായിട്ട് നടക്കാനും ശരീരഭാഗങ്ങൾ മൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഡയറ്റീഷ്യൻ, അവർക്ക് പ്രോപ്പർ
ഡയറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രോപ്പർ ഒരു ഡയറ്റീഷ്യനും ഉണ്ടായിരിക്കും. ഓക്കെ. Next we can see the ENT department. Here what happens? It deals with ailment concerned with ear, nose and throat. അപ്പോൾ ചെവി അല്ലേ, ഇയർ, അതുപോലെ നോസ്, ത്രോട്ടിനെ സംബന്ധിക്കുന്ന അസുഖങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ ENT ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. Next, let's see regarding the staff in ENT department. ENT specialist, assistant doctors, nurses and nursing assistant. ഇത് ഓർക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ENTന് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ഡോക്ടേഴ്സ് വേണം. പിന്നെ അതുപോലെ അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കാം. പിന്നെ അതുപോലെ നഴ്സസ് ഉണ്ടാവും. പിന്നെ അതുപോലെ നഴ്സിംഗ് അസിസ്റ്റൻസും ഉണ്ടാവും. ഓക്കെ. The next one is general surgery department. This include the surgical procedures. ചെറിയ ചെറിയ സർജറീസ് ഒക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ചെറിയ ഇപ്പം ഹെർണിയ അതുപോലെയുള്ള സർജറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ആയിരിക്കും ജനറൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത്. ഓക്കെ. ലെറ്റ്സ് സീ റിഗാർഡിംഗ് ദ സ്റ്റാഫ് ഇൻ ജനറൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ആരൊക്കെ ഉണ്ടാവും? സർജൻ ഉണ്ടാവും അല്ലേ, സർജറി ചെയ്യുന്നൊരു സർജൻ ഉണ്ടാവും. അനസ്തെറ്റിക്സ്റ്റ് ഉണ്ടാവും. അപ്പം ഈ സർജറി ചെയ്യുന്നതിന് മുമ്പ് അനസ്തേഷ്യ കൊടുക്കണം. അപ്പോൾ അനസ്തെറ്റിസ്റ്റ് ഉണ്ടാവും. സർജിക്കൽ അസിസ്റ്റൻ്റ് ഉണ്ടാവും. സർജന് കൂടെ സർജിക്കൽ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. 1 or 2 ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അനസ്തെറ്റിക് നേഴ്സ് ഉണ്ടാവും. അപ്പോൾ പ്രോപ്പർ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നേഴ്സ് ഉണ്ടാവും. അപ്പോൾ അനസ്തെറ്റിക് നേഴ്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ സർജിക്കൽ ടെക്നോളജിസ്റ്റ്, അപ്പോൾ അതിൻ്റെ എക്യുപ്മെൻസും മറ്റുമൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അതുപോലെ സർക്കുലേറ്റിംഗ് നേഴ്സ് ഉണ്ടാവും കേട്ടോ. ഓക്കെ. Next one is the hematology department. Here what happens is that they treat people with blood related disorders. അപ്പോൾ നമ്മൾ ബ്ലഡിൽ വരുന്ന അസുഖങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസോർഡറിനെ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇത്രയൊക്കെ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ അതിനെക്കുറിച്ച്. ഈ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിൻലി ഇപ്പോൾ ലുക്കീമിയ, പിന്നെ ലിംഫോമ, മൾട്ടിപ്പിൾ മൈലോമ, പിന്നെ ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോ ഹീമോഗ്ലോബിൻ, പിന്നെ സിക്കിൾ സെൽ അനീമിയ, ഇങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നതൊക്കെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ സ്റ്റാഫ് ഇൻ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നോക്കാം. പാത്തോളജിസ്റ്റ് ഉണ്ടാവും, പിന്നെ ജനറൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ടാവും, ഫാർമസിസ്റ്റ് ഉണ്ടാവും, സ്പെഷ്യലിസ്റ്റ് നേഴ്സ് ഉണ്ടാവും. പാത്തോളജിസ്റ്റ് എന്താ ചെയ്യുക? ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ പാത്തോളജിസ്റ്റ് ഡീൽ ചെയ്യുന്നവർ. പിന്നെ അതുപോലെ ജനറൽ പ്രാക്ടീഷണേഴ്സ്, ഡോക്ടേഴ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫാർമസിസ്റ്റ് ഉണ്ടാവും അല്ലേ. പിന്നെ അതുപോലെ സ്പെഷ്യലിസ്റ്റ് നേഴ്സും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കുറിച്ച്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ് പഠിച്ചത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതിനുള്ളിൽ വരുന്ന കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതെന്താണെന്ന് ചെറിയ രീതിയിൽ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം ഇനി ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലൂടെയൊക്കെ നമുക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.